ലൈറ്റ് ബ്രൗൺ. എനിക്ക് ഫസ്റ്റിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഞാൻ ആദ്യം കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. ഇച്ചിരി പീച്ചി ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. ആൻഡ് ദെൻ വി ഹാവ് വി ഫസ്റ്റ് 3 കളേഴ്സ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമുള്ളൊരു സിൽക്കി കോട്ട ഫാബ്രിക്കിൻ്റെ അകത്ത് വി ഹാവ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ട്രഡീഷണൽ കൊൽക്കട്ട എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇൻ കോട്ടൺ യാൺസ്. ആൻഡ് അതിനകത്ത് നമുക്ക് സീക്വൻസും മൾട്ടി ടോണിൽ വന്നിരിക്കുന്ന കോട്ടൺ യാൺസും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡി ഫുൾ സ്കാറ്റർ വരുന്നുണ്ട്. സ്ലീവ്സിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലുക്കിൽ, നമുക്കൊരു ക്ലാസി ആയിട്ടുള്ള ലുക്കിൽ, ഹൗ ഡു ഐ സേ ഇറ്റ്, ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടൊക്കെ നമ്മൾ ചിലർ പോകുന്ന കണ്ടിട്ടില്ല. നമ്മളതിങ്ങനെ യു ഡോണ്ട് സീക്ക് മച്ച് അറ്റൻഷൻ, പക്ഷെ നമ്മളൊന്ന് നാച്ചുറലി നോക്കിപ്പോവും. അതുപോലെയുള്ള അതുപോലെയുള്ള ഒരു സ്റ്റൈലാണ് ആക്ച്വലി ഈ ഒരു ഡിസൈൻസിൽ അത് എപ്പോഴും വരാറുള്ളത്. സോ ദിസ് ഇസ് 2399 SPP 344 എന്ന കോഡിൽ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സറ്റൂൺ ബോട്ടവും ദുപ്പട്ടയും ടോപ്പും വന്നിരിക്കുന്നത് ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിൻ്റെ അകത്താണ്. ദുപ്പട്ടയിലും ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ഹാൻഡ് എംബ്രോയിഡറി ആണ് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു എഡ്ജ് സ്കാലപ്പ് എഡ്ജ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് റിയലി നൈസ് യോക്ക് ഡീറ്റെയിലിംഗ്. അതിൻ്റെ നമുക്കൊന്ന് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് കാണാം. റൗണ്ട് നെക്കാണ്, ഒരു ബട്ടൺ പോലത്തെയുള്ള ഒരു ലുക്കിൽ ഒരു മിറർ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദ സ്ലീവ്. രണ്ട് സൈഡിലും അത് നമുക്ക് എത്ര ലെങ്തിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിലൊക്കെ കൊടുത്ത് ചെയ്യാം. പഴയ ഒരു ചുരി സ്ലീവൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു എംബ്രോയിഡറി ഇവിടെ മാത്രം വന്നിട്ട് കുറച്ചൊരു ചുരുക്കമൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട്. ആൻഡ് നമുക്ക് സെപ്പറേറ്റ് ലൈനിങ് ചെയ്താലും ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടത്തിൻ്റെ അതേ ഷെയ്ഡ് മാച്ച് ചെയ്തിട്ട് ഒരു സറ്റൂൺ ബോട്ടം ലൈനിങ് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ക്രീപ്പ് ലൈനിങ് എടുക്കാം. സ്റ്റിഫായിട്ടുള്ള ലുക്കാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കോട്ടണും എടുക്കാം കേട്ടോ. അപ്പോൾ നെക്കിനെ മാച്ച് ചെയ്ത രീതിയിൽ അതിൻ്റെ ആ ഒരു ലൈനിങ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ലുക്കിൽ. ആൻഡ് ദിസ് ഇൻ എ ലൂസ് ഫിറ്റ് ബിക്കോസ് ദിസ് ഇസ് സിൽക്കി കോട്ട. നമ്മൾ ഡെലിക്കേറ്റ് ഫാബ്രിക്കിന് ഡെലിക്കേറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്ത് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് നല്ലത്, വർക്ക് വരുന്നതല്ലേ. ആൻഡ് ഇതിനകത്ത് ബാക്കി കളേഴ്സ് നമുക്കിനി കാണാം കേട്ടോ. ഇതിൻ്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പീച്ച് ടിൻ്റ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ലൈറ്റ് മോഫ് ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. ലോ പോർഷനിലോട്ട് ഈ കളേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്ന ഫ്ലോറൽ സ്കാറ്റർ ബഞ്ചേഴ്സാണ് അതിനകത്ത് വരുന്നത്. കൂടുതലും ലേസി ഡേസി സ്റ്റിച്ചും ലോങ് ഹാർട്ടി സ്റ്റിച്ചസുമാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ആണ് എൻ്റെ ദുപ്പട്ട. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ബുലിയൻ നോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽസ് ബുലിയൻ നോട്ട്സ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി റിയൽ മിറേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഗ്രീനിന് നമുക്ക് നല്ല ഒരു ഗ്രീനാണ് കേട്ടോ. എനിക്ക് ഈ കളർ, എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നെങ്കിൽ ആ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ്സ്, നമ്മൾ ഒരു നവരാത്രി കളേഴ്സിനകത്തൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ഷെയ്ഡ്സ്, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുമ്പോഴത്തേക്ക് എനിക്ക് ചേരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇറ്റ്സ് സോ ഗുഡ് ടു ലുക്ക് അറ്റ് സം പീപ്പിൾ ക്യാരിയിങ് ദിസ് സോ ഗ്രേസ്ഫുള്ളി. SPP 344 എന്ന കോഡിലാണ് ഇതെല്ലാം അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഔട്ട് www.aham.store. ഒരു സ്റ്റാൻഡേർഡ് കളർ പാലറ്റിൽ വന്നേക്കുന്ന സാരി കേട്ടോ ഞാൻ വേറെ തേക്കുന്നത്. മംഗൾഗിരിയിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്. അപ്പോൾ ഇതിൻ്റെ പല്ലുവിൽ ജൂട്ടിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല തിക്കായിട്ടുള്ളൊരു വീവിങ് സ്റ്റൈൽ, നമ്മൾ ചാക്കിലൊക്കെ കാണുന്ന പോലത്തെ അത്ര തിക്കായിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ്. പല്ലുവിൽ വന്നേക്കുന്നത് സെൽഫ് നോട്ടർ. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സാരിയുടെ ബോഡിയിൽ നോക്കിയാൽ ഒരു ഫ്ലോറിൻ്റെയൊക്കെ ഒരു സിമിലർ ലുക്കാട്ടോ ഫീൽ ചെയ്യുന്നത്. ബ്ലോക്ക് പ്രിൻറ്റ് ഹാൻഡ് ബ്ലോക്കിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ദെൻ ബോർഡറിൽ ഡീറ്റെയിലിംഗ് ഒരു ബോർഡർ സ്ട്രൈപ്സ് ലുക്കിൽ വന്നേക്കുന്നത്, അതും ഹാൻഡ് ബ്ലോക്കിൽ ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കോഡ് വരുന്നത് SUM 127. പ്രൈസ് റേഞ്ച് വരുന്നത് 3569. നമുക്കൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ക്യാഷ്വൽ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് കളർ പാലറ്റ് ആൻഡ് പാറ്റേണിൽ വന്നേക്കുന്ന സാരിയാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് റെഡിൻ്റെ കോമ്പിനേഷൻ. ഇതിൽ ബോർഡറിൽ ഒരു സെറീൻ്റെ ഒരു വീവിങ്സ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ബോർഡറിൽ വന്നേക്കുന്നത്. റെഡ് ത്രെഡ് യൂസ് ചെയ്ത് ഒരു
അത്യാവശ്യം ഒരുപാട് ബ്രോഡല്ല, അത്യാവശ്യം തിന്നായിട്ട് വന്നേക്കുന്ന ഒരു വീവിങ് സ്റ്റൈൽ. ഒരു 2 ഇഞ്ചോളം വരുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. അത് മിഷ്ഡ് എംബ്രോയ്ഡറിയിലാണ് ചെയ്തേക്കുന്നത്. ആണ് സാരീൻ്റെ ലുക്ക് വരുന്നത്. ദെൻ പല്ലു ഒരു സ്ട്രൈപ്സ് ലുക്ക്, റെഡ് ആൻഡ് ബ്രൗണിൻ്റെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് പല്ലുവിൽ വന്നേക്കുന്നത്. ദെൻ ആ ഒരു ചെക്ക് വീവിങ്, സെൽഫ് ചെക്ക് വീവിങ് പാറ്റേണിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്നതിൻ്റെ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാട്ടോ. ഒരു പാറ്റേൺ ഒക്കെ സെയിം ആണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് പോലത്തെ ഒരു സെയിം പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്. ദെൻ ബ്ലൗസ് പല്ലു ഒക്കെ സെയിമാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡിലാണ്. ദെൻ ഈ ഒരു ബോഡിയുടെ സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ഏകദേശം ഈ ഒരു നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചൊരു സ്മോൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സ്മോൾ മോട്ടീവ്സ് അടുപ്പിച്ച് ചെയ്തേക്കുന്ന ഒരു ലുക്കാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു കളർ പാലറ്റൊക്കെ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്നു കേട്ടോ. നെക്സ്റ്റ് ലുക്ക് വന്നേക്കുന്നത് ഈ ഒരു പാറ്റേൺ. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതിൽ സ്ട്രൈപ്സ് ലുക്ക്, ഇതിൽ ഈ ഒരു മോട്ടീഫാണ് ബോർഡർ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത്. ജൂട്ടിൻ്റെ വീവിങ് സ്റ്റൈലിൽ വന്നേക്കുന്ന പല്ലു. then ഇതിൻ്റെ കോഡ് വരുന്നത് SUM2128. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 3569 ചെയ്തോട്. ഫെസ്റ്റിവൽ ലുക്കിന് പറ്റുന്ന ഒരു സെമി സിൽക്ക് സാരി ആട്ടോ ഞാനിന്ന് വെയർ ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് സെമി സിൽക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കുന്ന പ്ലീറ്റ്സൊക്കെ പടർന്ന് നിൽക്കുമെന്നൊക്കെ. പക്ഷേ ഇതൊരു ശരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൽ വന്നേക്കുന്ന സെമി സിൽക്ക് സാരിയാണ്. പ്ലീറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതൊരു ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ജോമെട്രിക് പാറ്റേണിലാണ് ഒരു വീവിങ് സ്റ്റൈൽ പോയേക്കുന്നത്. കോപ്പർ സെറീൻ്റെ ഒരു ലുക്കാട്ടോ ഇതിൽ കൊണ്ടുവന്നേക്കുന്ന. ഒരു ക്രീം ഷെയ്ഡിൻ്റെ കൂടെ കോപ്പർ സെറീൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന പല്ലുവും ബ്ലൗസ് പീസുമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ജോമെട്രിക് പാറ്റേണിൽ തന്നെ തിക്കായിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ് പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ വന്നേക്കുന്ന സോളിഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് സെമി സിൽക്കിൻ്റെ തന്നെ കുറച്ച് കളക്ഷൻസും കൂടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. ഇത്രയും കളക്ഷൻസാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ടോണിലൊക്കെ വന്നിട്ടുള്ള കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ്. നമ്മുടെ പീക്കോക്ക് ബ്ലൂവിൻ്റെയൊക്കെ ഒരു സിമിലർ കളറിൽ വന്നേക്കുന്ന സാരി. അതിൻ്റെ കൂടെ യാൺസിൻ്റെ ഒരു വീവിങ് സ്റ്റൈലാട്ടോ ഇത്. യാൺസ് യൂസ് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ബ്ലൂവിൻ്റെ കൂടെ പിങ്ക് സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. താട്ടോ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ബോഡിയിൽ ഈ ഒരു സർക്കിളിനകത്തൊരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് സാരി ഈ ഒരു ലുക്ക് തന്നെ കേട്ടോ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് നമ്മൾ പല്ലുവിൽ വന്നേക്കുന്ന ആ ഒരു സെയിം മോട്ടീഫിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ആ ഒരു സെയിം പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ്, ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു സാരി കേട്ടോ. ഓറഞ്ചും യെല്ലോവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ. പിന്നെ അതിലും കോൺട്രാസ്റ്റ് ലുക്കിൽ വന്നേക്കുന്ന ഗ്രേ ഷെയ്ഡാട്ടോ. ഈ ഒരു ഗ്രേയിൻ്റെ തന്നെ ബ്ലൗസ് പീസാണ് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത്. ബോഡിയിൽ ഈ ഒരു ലുക്കാട്ടോ, ജോമെട്രിക് പാറ്റേണിൻ്റെ ഒരു ലുക്കാണ് ബോഡിയിൽ വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് യെല്ലോയിൽ കോപ്പർ സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതും കോൺട്രാസ്റ്റ് ലുക്കിൽ തന്നെ കേട്ടോ വന്നേക്കുന്നത്. എല്ലാത്തിൻ്റെ കൂടെ ഗ്രേ ആട്ടോ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ആ ഒരു സെയിം ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ദിസ് ഈസ് പല്ലുവിൽ കോപ്പർ സെറീൻ്റെ ഒരു ജോമെട്രിക് ആൻഡ് ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ട്രഡീഷണൽ മോട്ടീഫാണ് ബോഡിയിൽ വന്നേക്കുന്നത്. യെല്ലോ ഷെയ്ഡ്.
ദെൻ നെക്സ്റ്റ് ഗ്രേ ഷെയ്ഡ്. ഗ്രേയിൻ്റെ കൂടെ വന്നേക്കുന്ന പിങ്ക് ആട്ടോ. ഭയങ്കര രസമുള്ള ഒരു കളർ കോമ്പിനേഷൻ. ഇതിൽ പിങ്ക് കോപ്പർ സെറി തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് പല്ലു. ദെൻ ബ്ലൗസ് പീസിൽ ആ ഒരു പിങ്ക് ടോണിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിനോട് വെയർ ചെയ്തേക്കുന്നത്. ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ. ബോഡി ത്രൂ ഔട്ട് ആ ഒരു ട്രഡീഷണൽ മോട്ടീഫിൻ്റെ ലുക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്ന പീച്ച് ഷെയ്ഡ്. പീച്ചിൻ്റെ കൂടെ ഗ്രേ, കൂടുതലും ഗ്രേയിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ വന്നേക്കുന്നത്. ഗ്രേ കോമ്പിനേഷൻ, ഒരു ഗ്രേ കളേഴ്സ് എല്ലാത്തിൻ്റെ കൂടെ മാച്ച് ആവും. ഡാർക്ക് ആൻഡ് ലൈറ്റർ ടോണിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ മാച്ച് ആവുന്നൊരു കളറാണ് ഗ്രേ. ഇതിൽ വന്നേക്കുന്ന പല്ലുവിൻ്റെ ലുക്ക് ഇതാട്ടോ. ദെൻ ബ്ലൗസ് പീസ്, ഗ്രേ ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്. ത്രൂ ഔട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മോട്ടീഫാണ് സാരി ത്രൂ ഔട്ട് വന്നേക്കുന്നത്. ആ ഒരു കോപ്പർ സെറി ഈ ഒരു പീച്ചിൻ്റെ കൂടെ യൂസ് ചെയ്തപ്പോഴത്തേനും ഭയങ്കര സ്മൂത്തായിട്ട് ഒരു ലൈറ്റായിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് പോയേക്കുന്നത്. ഒരുപാട് എടുത്തറിയുന്നില്ല ആ ഒരു സെറീൻ്റെ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നതും സെയിം പീച്ചിൻ്റെ ഷെയ്ഡിൽ തന്നെയാണ്. ത്രൂ ഔട്ട് പീച്ചാട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഇതിൽ അതുപോലെ തന്നെ യാൻസി യൂസ് ചെയ്താണ് വീവ് ചെയ്തേക്കുന്നത്. പല്ലുവിൻ്റെ ലുക്ക് ഇതാട്ടോ. ഒരു ജോമെട്രിക് പാറ്റേണിൽ വന്നേക്കുന്ന പല്ലു. ദെൻ ബ്ലൗസ് പീസും ആ ഒരു സെയിം ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് ഒരു പീക്കോക്കിൻ്റെയൊക്കെ ഒരു സിമിലർ ലുക്കിലുള്ള ഒരു മോട്ടീഫാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. ആ ഒരു പീച്ച് ഷെയ്ഡിൻ്റെ തന്നെ കുറച്ചൊരു ഷൈനിങ് ഉള്ളൊരു യാൻസ് യൂസ് ചെയ്താണ് ആ ഒരു മോട്ടീഫ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഓറഞ്ച് ഷെയ്ഡ്. അതിലൊരു ലൈറ്റ് ഓറഞ്ച് ആട്ടോ. ആ യെല്ലോയിൻ്റെ സെയിം മോട്ടീഫും പാറ്റേണുമാണ് ഇതിൽ വന്നേക്കുന്നത്. ദിസ് ഈസ് പല്ലു ആൻഡ് ബ്ലൗസ് പീസ്. ദെൻ ബോഡി ത്രൂ ഔട്ട് പീക്കോക്കിൻ്റെ പോലത്തെ ഒരു സിമിലർ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്ന ആ ഒരു ക്രീം ഷെയ്ഡിൻ്റെ കുറച്ചും കൂടി ഒരു ലൈറ്റ് ടോണിൽ വന്നേക്കുന്നത്. നല്ല രസമുള്ളൊരു കളറാട്ടോ. ഇതിൻ്റെ കൂടെ കോപ്പർ സെരീൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതാട്ടോ പല്ലുവിൽ വന്നേക്കുന്ന ലുക്ക്. നല്ല രസമുള്ള ഒരു മോട്ടീഫ് യൂസ് ചെയ്തിട്ട് ട്രഡീഷണൽ മോട്ടീവ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് പല്ലുവിൽ കൊണ്ടുവന്നേക്കുന്നത്. ബ്ലൗസ് പീസ് സോളിഡായിട്ട് സെയിം ഷെയ്ഡിൽ വന്നേക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ദെൻ ബോഡിയിൽ സ്ക്വയർ പാറ്റേണിനകത്ത് ഒരു ട്രഡീഷണൽ മോട്ടീവ്സിൻ്റെ ഒരു ലുക്കാട്ടോ. ഒരു ജോമെട്രിക് പാറ്റേണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് സ്ക്വയർ പാറ്റേണിനകത്ത് കൊണ്ടുവന്നേക്കുന്ന കോപ്പർ സെറീൻ്റെ ലുക്ക്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീച്ച് ഷെയ്ഡാട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡിൻ്റെ സെയിം ലുക്കിൽ വന്നേക്കുന്ന പീച്ച് ഷെയ്ഡ്. കോപ്പർ സെറീൻ്റെ ഒരു വീവിങ് സ്റ്റൈലാണ് കൊണ്ടുവന്നത്. ഭയങ്കര രസമായിട്ടുള്ളൊരു ലുക്കാട്ടോ. ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ കുറച്ചൊന്ന് ഷൈനി ആയിട്ട് നിൽക്കുന്ന ഒരു ലുക്ക്. ദിസ് ഈസ് പല്ലു. ദെൻ ബോഡിയിൽ ആ ഒരു സ്ക്വയർ പാറ്റേൺ. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ബേജ് ഷെയ്ഡാട്ടോ. നമ്മുടെ ആ ഒരു ക്രീം ഷെയ്ഡിൻ്റെ കുറച്ചൊരു ഡാർക്ക് ടോണിൽ നിൽക്കുന്ന ഷെയ്ഡ്. ദിസ് ഈസ് പല്ലു ലുക്ക് ആൻഡ് ബ്ലൗസ് പീസ്. ഇതിൻ്റെ കൂടെ സെൽഫ് ടാസിൽസ് ആണ് എൻഡിൽ വന്നേക്കുന്നത്, പല്ലുവിൻ്റെ എൻഡിൽ. ദെൻ ബോഡി ത്രൂ ഔട്ട് ആ ഒരു സ്ക്വയർ പാറ്റേൺ. നെക്സ്റ്റ് വന്നേക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാട്ടോ. കളേഴ്സിൽ ചെറിയ ചെറിയ വേരിയേഷൻസേ ഉള്ളൂ കേട്ടോ. ലൈറ്റ് ഓറഞ്ച് ആൻഡ് കുറച്ച് അതിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന അങ്ങനെ കുറച്ച് കളക്ഷൻസ്. ദിസ് ഈസ്
പല്ലു ഇതിൽ ശരിക്കും രസമുണ്ട് കേട്ടോ. ഇതിൽ ആ ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ചിൻ്റെ കൂടെ പിങ്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യാൺസ് യൂസ് ചെയ്താണ് പല്ലുവിൽ ഒരു ജോമെട്രിക് പാറ്റേൺ, ബോഡിയിൽ ആ ഒരു പീക്കോക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു മോട്ടീഫാണ് ബോഡിയിൽ വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് ബോഡിയിൽ ഈ ഒരു ലുക്കാട്ടോ വരുന്നത്. ദെൻ ആ ഒരു സെയിം പല്ലുവിൻ്റെ ലുക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. KRK 377 എന്ന കൂടുതലാണ് ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 1,999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്.